സർക്കാരിൽ നിന്നും ധനസഹായം കിട്ടിയില്ലെന്ന് അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിൽ ഒരു കാൽ നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത് സന്ധ്യ ബിജു 24-നോട് 15,000 രൂപ മാത്രമാണ് കിട്ടിയതെന്നാണ് സന്ധ്യ പറയുന്നത്. വീട് പോയതിന് നഷ്ടപരിഹാരവും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ കാരുണ്യം കൊണ്ടാണ് ചികിത്സ ചെയ്യാൻ കഴിഞ്ഞതെന്നും സന്ധ്യ ബിജു പറയുന്നു. നമ്മളോടൊപ്പം അന്ന് അപകടത്തിൽ പരിക്കേറ്റ സന്ധ്യ ചേരുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട്? നിലവിലത്തെ അവസ്ഥ എന്താണ്? നിലവിലിപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് വാഗ്ദാനങ്ങൾ ആ ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടോ? വാഗ്ദാനങ്ങൾ 1,00,000 രൂപ കൊച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചായിരുന്നു. അതൊന്നും നിലവിൽ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഒരു 15,000 രൂപ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇട്ടായിരുന്നു. അല്ലാതെ വേറൊരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? കളക്ടറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ 1,00,000 രൂപ ഇടാന്നുള്ള രീതിക്കാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ താമസത്തിന്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? താമസത്തിന്റെ സൗകര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ വാടകയ്ക്കാണ് നിലവിൽ. വാടക നമ്മളിപ്പോൾ കൊടുക്കുകയാണെന്ന് വാടക അവർ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും വാടക തന്നിട്ടില്ല. ഈ അടുത്ത നാളുകൾ ആരെങ്കിലും സർക്കാരിന്റെ ഭാഗമായിട്ട് സമീപിച്ചിരുന്നു? ഇല്ല, ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. എന്താണ് നമ്മുടെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? നമുക്കൊരു വീട്, പിന്നെ കൊച്ചിനൊരു ജോലി, 4ാം വർഷം BSc നഴ്സിംഗ് ജോലിയിലേക്ക് ഒരു ഇത് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ആരുടെയൊക്കെ ഭാഗത്തുനിന്നായിരുന്നു ആദ്യം സഹായം ഉണ്ടായത്? പുറത്തുനിന്ന് അങ്ങനെ മമ്മൂട്ടി ഫൗണ്ടേഷനാണ് ഏറ്റവും എന്നെ നല്ല നിലയിൽ ഇത്രയും ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം മമ്മൂട്ടി എന്നൊരാളുള്ളതുകൊണ്ടാണ്. പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടർമാർ നല്ല സഹകരണമായിരുന്നു. വിജയചേട്ടന്റെ മരണത്തിൽ നഷ്ടപരിഹാരം എന്തെങ്കിലും തരുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല. സന്ധ്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു. അവിടുത്തെ വാടക പോലും കൃത്യമായിട്ട് സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പരാതിയായിട്ട് ഉയരുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ഈ അവസ്ഥയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് 24-നും പറയാനുള്ളത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അല്ലെങ്കിൽ തന്നെ വലിയ വേദന. ബിജു, അവർ ഭർത്താവ് വിടവാങ്ങിയത് വളരെ വൈകിയാണ് സന്ധ്യ അറിയുന്നത്. അതിൻ്റെ വേദന, ഒരു കാലം നഷ്ടമാവുന്നതിൻ്റെ വേദന, ജീവിത പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിനിടയിൽ സർക്കാർ കൂടി കൈവിടരുത് എന്നാണ് സന്ധ്യ ബിജുവിന്റെ അഭ്യർത്ഥന. സർക്കാർ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.